പറയുന്നത് നല്ല പോയിന്റ് ആണെങ്കിൽ ഉണ്ടല്ലോ അത് ആരും ലൈക്ക് എടുക്കുകയും ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യും, കമന്റ് ചെയ്യും. അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. അതുകൊണ്ടാണ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിന് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല, അല്ലെങ്കിൽ അവൻ കാണുന്നുണ്ട് റിപ്ലൈ തരുന്നില്ല, ഒരു 3-4 തവണക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് റിപ്ലൈ ഇല്ല. ഈ ചെറിയ കാര്യങ്ങൾക്ക് വരെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ലൈഫിൽ തീരെ സമാധാനം ഉണ്ടാവില്ല. അവർ വിചാരിച്ച പോലെ ഒരു കാര്യം നടക്കാതെ പോകുമ്പോഴേക്ക് അവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും, ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. അവർ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ഭയങ്കര സമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ട്രൂ ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, നമ്മൾ പലപ്പോഴും ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ട്രൂ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതാണ് നമ്മളെ സമാധാനക്കേടിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ആലോചിച്ച് കൂട്ടുന്നത് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള സംഭവം റിയലി നടന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നടക്കാൻ പോകുന്നുണ്ടാവില്ല. നമ്മൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ആലോചിച്ച് കൂട്ടുന്നുണ്ടാവുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിന് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല, അല്ലെങ്കിൽ അവൻ കാണുന്നുണ്ട് റിപ്ലൈ തരുന്നില്ല, ഒരു 3-4 തവണക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് റിപ്ലൈ ഇല്ലെങ്കിൽ ആലോചിച്ച് കൂട്ടുക ഇവനെ നമ്മളെ ഇഗ്നോർ ചെയ്യാണ്, അല്ലെങ്കിൽ മറ്റു പലതും ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മളെ ഒന്നും വേണ്ടാണ്ടായിട്ടുണ്ട്, നമ്മൾ അവോയ്ഡ് ചെയ്യാണ്, എന്തോ നമ്മളെടുത്ത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ തുടങ്ങി പല സാധനങ്ങളും നമ്മൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ, നമ്മൾ എന്തൊക്കെയായി ആലോചിക്കുന്നതിനുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവാം. ഇത് ട്രൂ ആണോ അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് വശം ഇതിനുണ്ടോ എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആലോചിച്ച് കൂട്ടുന്നതൊക്കെ ചുമ്മാ ആലോചനകളാണെന്നുള്ളത്.